നമസ്കാരം. ഇത് കാസിമാണ്. കാസിമിനോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കാസിം ഒരു മോട്ടിവേഷൻ സ്പീക്കറൊക്കെയാണ്. അപ്പോൾ കാസിമേ, പിന്നെ നമ്മൾ ജീവിതത്തിൽ പല കോഴ്സുകളും പഠിച്ചു, പല ജോലിക്ക് വേണ്ടിയിട്ടും പല കോഴ്സുകൾ പഠിച്ചു, ഇപ്പം അതുപോലെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. പക്ഷെ ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പലരും ചിന്തിച്ച് ഇങ്ങനെ ഡെസ്പായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ അവരോട് കാസിമിന് എന്താ പറയാനുള്ളത്? നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് അത് എന്താ ശരിയായ ഒരു ചിന്താഗതിയല്ല. കാരണം നമ്മൾ ഓരോ നിമിഷവും പരിശ്രമിക്കുമ്പോൾ ഓരോ സമയത്തും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ തോട്ട് വരുന്നത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരാജയം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ആ തോട്ട് വരുന്നത്. പക്ഷേ ആ തോട്ട് നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള പാതയാണ്. അപ്പോൾ ഓരോ പരാജയത്തിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് എത്തണം. പരിശ്രമിക്കുമ്പോഴാണ് വിജയത്തിലേക്ക് എത്താൻ കഴിയുക. അല്ലാതെ വെറുതെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വിജയം നമ്മളെ തേടി വരില്ല അല്ലേ? നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലേ ഷബാദെ? ഷബാദെ എന്താ പറയാനുള്ളത്? ആർക്കൊന്നും കിട്ടിയില്ല. എനിക്ക് ദൈവം എത്താൻ ഇല്ല എന്ന് വിരിച്ച സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇപ്പോ നമ്മുടെ ഒന്നും വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വിജയം ാൻ പറ്റുകയുള്ളൂ അല്ലേ? ഓനാണ് കൂട്ടിച്ചേർത്ത് ബാക്കി. അപ്പോ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം നിങ്ങളുടെ ആ ഞാൻ ഫോണ് കൈ പിടിച്ചോണ്ടല്ലേ ഞാൻ കൈ അടിച്ചിന് കേട്ടോ. ലക്ഷ്യത്തിലേക്കെത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ. ഇനി കാസിമിനോട് വേറൊരു ചോദ്യം. കാസിമേ, അതായത് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, വെറുതെ നിൽക്കല്ല, ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ വേണ്ട രീതിയിലേക്ക് എനിക്ക് വിചാരിച്ച പോലെയൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളോട് കാസിമിന് എന്താ പറയാനുള്ളത്? വെറുതെ ഇരിക്കല്ല, ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും എത്തിപ്പെടുന്നില്ല, അവരോട് എന്താ കാസിമിന് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മള് പരിശ്രമിച്ചാൽ എന്തായാലും വിജയം തീർച്ചയാണ്. പക്ഷെ പരിശ്രമിക്കാൻ ശ്രമിക്കുമ്പോഴും ഓരോ ചാലഞ്ചുകളും നമ്മളെ ജീവിതത്തിൽ തേടി വരും. വിജയത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സെക്കൻഡ് മുന്നോട്ട് പോകും. ഓരോ പരാജയങ്ങളും സംഭവിക്കുമ്പോഴും നമ്മള് പിന്മാറരുത് ഒരിക്കലും. കാരണം ഇപ്പോ
നമ്മള് ഒരു ടാലന്റ് വരുമ്പോത്തിനും തളരുന്ന വ്യക്തികളുണ്ട്. ഇനി എനിക്ക് എവിടെയും എത്താൻ കഴിയില്ല, എന്റെ ജീവിതത്തില് പരാജയം എന്ന് പെട്ടുപോയി, അപ്പൊ എവിടെയും ഇനി എത്താൻ കഴിഞ്ഞില്ല. ഒരു 2-3 വട്ടം ശ്രമിച്ചിട്ട് പിന്നെയും താഴ്ചയിലേക്ക് വരുമ്പോഴും പിന്നെയും തകരാണ്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓരോ തളർച്ചയും നമുക്ക് ഊർജാണ്. അതെ, ഓരോ തളർച്ചയും നമുക്ക് ഊർജാണ് അല്ലേ? കാണികളുണ്ടെങ്കിൽ കൈയടിക്കാൻ പറയായിരുന്നു അല്ലേ അതെ. അപ്പൊ അത് നമുക്ക് ആ തളർച്ച നമുക്ക് ഊർജാവുമ്പോഴാണ് എന്താ നമ്മള് തളർച്ചകൾ വരുമ്പോഴാണ് കൂടുതൽ പരിശ്രമിക്കേണ്ടത്. കാരണം അപ്പോള് അത്രയും എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുന്നു. ഓരോ തളർച്ചയും ഓരോ പരാജയങ്ങളും ഓരോ എക്സ്പീരിയൻസ് ആണ് അല്ലേ? താങ്ക് യു.